മലപ്പുറത്ത് കുറ്റിപ്പുറത്ത് ബസ് അപകടമുണ്ടായ അത് നമുക്ക് ഓർമ്മയുണ്ട്. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ ബസ് അപകടത്തിൽ ഗതാഗത കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ച് മോട്ടോർ വാഹന വകുപ്പ്. അപകട കാരണം ബസിന്റെ അമിത വേഗതയാണെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഡ്രൈവർക്ക് നോട്ടീസ് നൽകി. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി. അരുൺ, ആ ദൃശ്യങ്ങളിൽ അന്ന് തന്നെ അത് ഏതാണ്ട് വ്യക്തമായിരുന്നു. പക്ഷേ ആ നിരങ്ങി നീങ്ങുന്നത് കാണുമ്പോൾ എന്താണെന്ന് ഉറപ്പ് വന്നിരുന്നില്ല. ഇപ്പോൾ അമിത വേഗത, ആ മഴ പെയ്ത് നിരത്ത്, ഇതെല്ലാം കൂടിയായപ്പോഴാണ് ആ വലിയ അപകടമുണ്ടായത് എന്ന് വ്യക്തമാവുകയാണോ? അത് ശ്രീജ, പ്രാഥമിക നിഗമനമായി തന്നെ ഈ അമിത വേഗത അന്ന് തന്നെ പ്രാഥമിക നിഗമനമായി നമ്മുടെ മുന്നിലേക്ക് വന്നതാണ്. പിന്നാലെയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പും അത് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതായത് 2 വളവുകളുണ്ട് ആ മേഖലയിൽ. ആദ്യത്തെ വളവ് കഴിഞ്ഞ് രണ്ടാമത്തെ വളവിലേക്ക് എത്തുമ്പോൾ നിയന്ത്രണം കിട്ടാതിരുന്നാണ് ഇത്തരത്തിലൊരു അപകടത്തിന് വഴിവെച്ചത്. ഒപ്പം തന്നെ മഴയുണ്ടായിരുന്നു. അപ്പോൾ ഹൈഡ്രോപ്ലാനിംഗ് നടന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ജലപാളികൾ രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അതുൾപ്പെടെയാണ് ഈ ബസ് നിയന്ത്രണം വിട്ട് മറയാനുള്ള സാധ്യത ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട് ഇപ്പോൾ ഗതാഗത കമ്മീഷണർക്ക് നൽകിയിരിക്കുന്നത്. അതായത് അമിത വേഗം ബസ് സഞ്ചരിച്ചത് 50 കിലോമീറ്റർ വേഗത മാത്രമേ അനുവദനീയമായുള്ളൂ. ഇരട്ടി വേഗത്തിലാണ്, 100-ന് മുകളിൽ വേഗതയിലായിരുന്നു ബസ് സഞ്ചരിച്ചത് എന്നുള്ളതാണ്. ഒരാളുടെ മരണത്തിലേക്കും 20-ന് മുകളിൽ ആളുകൾക്ക് പരിക്കുമേറ്റ ഒരു അപകടമായിരുന്നു കുറ്റിപ്പുറത്തേത് എന്നുള്ളതാണ്. തന്നാഴ്ച വലിയൊരു അപകടത്തിന്റെ ആഘാതം കുറഞ്ഞു എന്നുള്ളത് മാത്രമായിരുന്നു അന്നത്തെ ഒരു ആശ്വാസം എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അത് ഇനിയും അത്തരത്തിൽ ദേശീയപാതയിലൂടെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഡ്രൈവിംഗ് നടത്തുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് നമ്മുടെ മുന്നിലേക്ക് അപകടം വന്നത്. എന്തായാലും ഗതാഗത കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിനിടെ കുറ്റിപ്പുറം പോലീസ് ഡ്രൈവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ ഹാജരാകാനുള്ള നോട്ടീസുമാണ് നൽകിയിട്ടുള്ളത്. ശരി അരുൺ. അരുൺ അമൃതനാഥാണ് വിവരങ്ങൾ നൽകിയത്.